നമ്മുടെ ചുരിദാറിൻ്റെ നല്ല വശമാണിത്. അതായത് ഈ കാണുന്ന നല്ല വശം, ഇത് ചീത്ത വശം. അപ്പോൾ ആദ്യം തന്നെ ഫ്രണ്ട് പീസിലെ നെക്ക് തയ്ച്ചെടുക്കാൻ നോക്കാം. ഫ്രണ്ട് പീസിലെ നെക്കാണത് തയ്ച്ചെടുക്കാൻ നോക്കാം. ഇവിടെ തയ്യൽ തുമ്പ് വന്നിട്ട് ഒരു ഭാഗം ക്ലോസ് ആവും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് പീസ് എടുത്തിട്ട് അതിൻ്റെ നല്ല വശം വിരിച്ച് വെച്ചതിന് ശേഷം നമ്മുടെ ലൈനിങ് പീസ് പീസിൽ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗമുണ്ടല്ലോ, ഇവിടെ മാർക്ക് കൊടുത്ത ഭാഗമുണ്ടല്ലോ, അതിനെ കമഴ്ത്തി വെക്കാം. അതായത് ഈ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ലൈനിങ് പീസ് മാർക്ക് ചെയ്ത ഭാഗം ഒരുമിച്ച് ഇങ്ങനെ വെക്കുക. ഇതിപ്പോൾ ലൈനിങ് ഇത്തിരി കട്ടിയുള്ളതിൻ്റെ പേരിൽ നമുക്ക് ലൈനിങ് തയ്ച്ചതിൻ്റെ ശേഷം മറിച്ച് കൊടുത്താൽ മതി. അതല്ല, ലൈനിങ് കട്ടില്ലാത്തതാണ് എങ്കിൽ ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്. ലൈനിങ്ങിനെ ഉള്ളിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യണം ആദ്യം ചെയ്യേണ്ടത്. അതായത് ചീത്തവശം പുറത്തേക്ക് വരുന്ന രീതിയിൽ, മാർക്ക് ചെയ്ത ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഫുള്ള് ഭാഗങ്ങളും അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ക്രോസ് പീസോ അതല്ല നമ്മുടെ ക്യാൻവാസ് കൊണ്ടോ ക്രോസ് പീസ് കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ക്ലോത്ത് എടുത്തിട്ട് നെക്ക് തയ്ച്ചിട്ട് ഉള്ളിലേക്ക് മറിച്ച് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ക്ലോത്ത് കട്ടിയുണ്ട്, ലൈനിങ് ക്ലോത്ത് ക്വാളിറ്റിയുള്ള ക്ലോത്ത് തന്നെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നില്ല. നേരെ രണ്ടും കൂടി പതിച്ച് തയ്ച്ചിട്ട് മറിച്ച് കൊടുത്താൽ മതി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോത്തിൻ്റെ നല്ല വശം, നമ്മുടെ ചുരിദാറിൻ്റെ ക്ലോത്തിൻ്റെ നല്ല വശവും നമ്മുടെ ലൈനിങ് പീസിൻ്റെ മാർക്ക് ചെയ്ത വശവും കൂടി ഒരുമിച്ച് വെച്ചിട്ട് നെക്ക് ആദ്യം തയ്ച്ചെടുക്കുക. നെക്ക് ആദ്യം തയ്ച്ചെടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ പറയുന്നത് പോലെ തന്നെ ഒരു പല്ലകരത്തിൽ തയ്ച്ച് റൗണ്ട് ചെയ്ത് വരാം. നെക്ക് തയ്ച്ചതിന് ശേഷം ചെറിയൊരു വെട്ട് ഇട്ട് കൊടുക്കുക. മറിച്ച് തയ്ക്കുമ്പോൾ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വെട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മേലെ ഒന്ന് പതിച്ച് തയ്ക്കാം. അതിനുശേഷം നമ്മൾ ലൈനിങ്ങിനെ ഉള്ളിലേക്ക് നമ്മുടെ ടോപ്പിൻ്റെ ക്ലോത്തിൻ്റെ ചീത്തവശത്തേക്ക് മറിച്ചിട്ട് ശേഷം ഇവിടെ ഫിനിഷിങ് സ്റ്റിച്ച് കൊടുക്കുക നെക്കിന്. കഴുത്തിൻ്റെ ഭാഗം നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഒരുമിച്ച് എന്താ പറയുക നീളത്തിൽ തയ്ക്കരുത്. ആ റൗണ്ട് ഭാഗങ്ങളൊക്കെ വരുമ്പോൾ അവിടെ എത്ര ഗ്യാപ്പ് ഉള്ളെങ്കിൽ ആ എത്ര ഗ്യാപ്പ് വരെ തയ്ച്ചതിന് ശേഷം ബാക്കിയുള്ളതും കൂടി സെറ്റാക്കിയിട്ട് തയ്ച്ചു കൊടുക്കുക. അല്ലാണ്ട് ആദ്യം തന്നെ ഇവിടെയുള്ള ഭാഗം നമ്മൾ സെറ്റാക്കി പിടിച്ച് ഇങ്ങനെ പിടിച്ച് തയ്ക്കരുത്. അതിനെ ക്ലോത്തിനെ ഫ്രീ ആക്കി വിട്ട് കൊടുത്തിട്ട് തയ്ച്ചെടുക്കാൻ നോക്കാം. ഇപ്പോൾ നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലോത്ത്, അതായത് നമുക്കിത് ക്ലോത്ത് പിടിച്ചാൽ കിട്ടുന്നില്ലാത്ത രീതിയിലുള്ള ക്ലോത്ത് ആണെങ്കിൽ ഈ എല്ലാ ഭാഗങ്ങളും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഈ നമ്മുടെ ലൈനിങ്ങും നമ്മുടെ നല്ല ക്ലോത്തും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ട്
ഫുള്ളായിട്ട് തയ്ക്കരുത്, കാരണം ഈ ഒരു ഭാഗം നമുക്ക് മടക്കി തയ്ക്കാനുള്ളതാണ്. ഇവിടുന്ന് ഫുള്ളായിട്ട് തയ്ച്ച് ക്ലോസ് ആക്കരുത്. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ അറ്റാച്ച് ചെയ്യുമ്പോൾ ഷിഫോണിൻ്റെ ക്ലോത്തുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കണം. കാരണം ചെറിയ വലിവോ അല്ലെങ്കിൽ ഒന്നും ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മളിപ്പോൾ ഈ സൈഡ് നമ്മളിപ്പോൾ ഇവിടെ ഒരുമിച്ച് കിട്ടാൻ വേണ്ടി, ഇപ്പോൾ ഇവിടെ ചെറിയൊരു വിരിവുണ്ട്, അത് കറക്റ്റായി കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് വെക്കും. ചിലപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഇതിനകത്ത് പൊള്ളപ്പ് വരും. അപ്പോൾ ക്ലോത്തിൻ്റെതായിട്ടുള്ള ഫ്രീഡത്തിൽ വിട്ട് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്യാൻ നോക്കുക. പ്രത്യേകിച്ച് ഷിഫോൺ, സാറ്റിൻ പോലുള്ള ക്ലോത്തുകളൊക്കെ, ജോർജറ്റ് മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പട്ടിൽ വിട്ട് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. കൈയോടെ നമുക്ക് ഈ ഒരു കരഭാഗം മടക്കി തയ്ക്കുകയും ചെയ്യാം. അതോടെ ഫ്രണ്ട് പാർട്ടിൽ ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് സൈഡിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ക്ലോത്തിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിൽ ലൈനിങ്ങും നമ്മൾ ഫ്രണ്ട് സൈഡിൽ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ബാക്ക് സൈഡിൻ്റെ നെക്കും സ്റ്റിച്ച് ചെയ്യാം. ഫ്രണ്ട് സൈഡിലെ നെക്കിന് നമ്മൾ കട്ട് ചെയ്തതുപോലെ തന്നെ ചെറിയൊരു കട്ട് വൈഡായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ വെച്ച് കൊടുക്കുക. നമ്മൾ ചെയ്തത് ഫ്രണ്ട് സൈഡിലെ ക്ലോത്തിന്, അതായത് ലൈനിങ് ക്ലോത്തിനെ മേലേക്ക് വെച്ചിട്ട് ഇവിടെ പതിച്ച് തയ്ക്കുക എന്നുള്ളതാണ്. അതും കൂടി ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്തത് എന്താണ്, ഫ്രണ്ട് സൈഡിൽ ലാസ്റ്റ് സ്റ്റിച്ച് എന്നുള്ള രീതിയിൽ ഫിനിഷിങ് സ്റ്റിച്ചാണ് പിന്നെ ചെയ്തതല്ലേ. അതായത് ക്ലോത്തിനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇവിടെ ഫിനിഷിംഗ് ആയിട്ട് സ്റ്റിച്ച് ലാസ്റ്റ് കൊടുത്തു എന്നുള്ളതാണ്. പക്ഷേ ബാക്ക് സൈഡിൽ അത് കൊടുക്കുന്നതിൻ്റെ മുന്നായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ബാക്കിൽ ഫിനിഷിംഗ് സ്റ്റിച്ച് കൊടുത്താൽ മതി. നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തിട്ട് വരാം. ഷോൾഡർ ജോയിൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഫിനിഷിംഗ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള ലൈനിങ്ങിനെ, ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്ലോത്ത് വരുന്നത്, ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഉള്ളിലുള്ള ലൈനിങ്ങിനെ ഇങ്ങോട്ടേക്ക് എടുക്കുക. ഓക്കെ, ഞാൻ എടുത്തില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവില്ല അവിടെ എന്താണ് ചെയ്യണമെന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് ഇപ്പോൾ ഇവിടെ ബാക്ക് സൈഡ്. ഇതാണ് ഈ ബാക്ക് സൈഡിൻ്റെ മേലെ ഫ്രണ്ട് സൈഡിൽ സ്റ്റിച്ചിങ് കഴിഞ്ഞ് ഫിനിഷിംഗ് ആയിട്ടുള്ള ക്ലോത്താണിത്. ഇത് വെച്ച് തയ്ക്കുക. ഇങ്ങനെ വെക്കുക രണ്ട് സൈഡിലും. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെയാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാം. ഈ ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ബാക്കിലുള്ള ഈ ലൈനിങ് ഉണ്ടല്ലോ, ഈ ലൈനിങ്ങിനെ ഫ്രണ്ടിലേക്ക് മറിച്ച് ഇങ്ങോട്ടേക്ക് മറിച്ച് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. എന്നിട്ട് തയ്ക്കാം. നമ്മൾ ഈ ഷോൾഡറിനെ ബാക്കിൽ വെച്ചിട്ട് ഓൾറെഡി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഈ തയ്യൽത്തുമ്പോൾ ഇവിടെ മേലേക്ക് കാണും അല്ലേ, ഇങ്ങനെ മേലേക്ക് കാണും. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടി മാത്രമാണ്, വേറെ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. കാണാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ ബാക്ക് സൈഡിൽ നിന്ന് ബാക്കിലെ ലൈനിങ്ങിനെ മേലേക്ക് പുറത്തേക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തയ്ച്ച് കൊടുക്കുക. എന്നിട്ട് മറിച്ച് കൊടുക്കുക. അപ്പോൾ മേലുള്ള ലൈനിങ്ങിൻ്റെ ഈ ഒരു തയ്യൽ തുമ്പ് പുറത്തേക്ക് കാണില്ല ഷോൾഡറിൻ്റെ ഭാഗത്ത്. ഇത്രേ ഉള്ളൂ. ഓക്കെ,
അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ അങ്ങോട്ട് മേലേക്ക്, അതായത് നോർമലായിട്ട് നമ്മൾ നമ്മുടെ ഷോൾഡർ തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിവർത്തുന്നത് പോലെ നിവർത്തി കൊടുക്കും. അങ്ങനെ വരുമ്പോൾ അത് കാണില്ല, മേലേക്ക് വരുന്ന ആ ഒരു തയ്യൽ തുമ്പ് ഇതേ പുറത്തേക്ക് ആ ഒരു തയ്യൽ തുമ്പ് കാണില്ല. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിലെ ഫിനിഷിങ് സ്റ്റിച്ചിങ് ചെയ്യാം. ഈ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കോട്ടൺ ആയതുകൊണ്ട് പെട്ടെന്ന് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. മറ്റുള്ള ഏതെങ്കിലും ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ വേഗം പൊള്ളച്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ സ്ലീവ് എന്നല്ല ടോപ്പിൻ്റെ ഭാഗമാണെങ്കിലും അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. സ്ലീവിൻ്റെ രണ്ട് കരഭാഗം മടക്കി തയ്ക്കാം. പിന്നെ കരഭാഗം മടക്കി തയ്ക്കുമ്പോൾ ഞാൻ ജസ്റ്റ് നൂലൊന്ന് മാറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്ലോത്തിനെ സംബന്ധിച്ച് നമ്മുടെ ഈ ഒരു പട്ട എന്താ പറയുക, ഇവിടെ മടക്കി തയ്ക്കുന്നത് മടക്കി തയ്ക്കാറില്ല. പക്ഷേ നമ്മുടെ ഈ ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഇവിടുത്തെ ഈ വീതി എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിട്ടാണ് കൈക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് മടക്കി തയ്ച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഭാഗമായിരിക്കാം. അതുകൊണ്ട് ഇവിടെ മടക്കി തയ്ക്കുന്നത്. ഇപ്പോൾ നമ്മളെപ്പോലുള്ള കുറച്ച് മുതിർന്ന ആളുകളാണ് എങ്കിൽ ഇവിടെ ഇത് മടക്കി തയ്ക്കണം എന്നില്ല. കാരണം ഇതാണ് ഈ ഒരു ക്ലോത്തിനെ ഈ ഒരു മെറ്റീരിയലിനെ സംബന്ധിച്ചിട്ട് ഇവിടെ മടക്കി തയ്ക്കാതിരിക്കുന്നതാണ് അതിൻ്റെ വൃത്തി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു, കരയും മടക്കി തയ്ച്ചു. ഇനി നമുക്കത് സ്ലീവ് നമ്മുടെ ആംഹോളിൻ്റെ ഭാഗത്ത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ആദ്യം സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ചെറിയൊരു നോട്ട്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം അവിടെ ചെറുതായിട്ടൊരു നോട്ട്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗത്ത് സ്ലീവ് ചുമ്മാ അങ്ങനെ വെച്ച് കൊടുക്കാം. ഇവിടെ അങ്ങനെ ചുമ്മാ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ നോട്ട്സ് ആണത് ഈ ഒരു സൈഡിലേക്ക് നമ്മുടെ ഈ ഒരു എൻഡ് ഭാഗം, അതായത് നിങ്ങൾക്ക് സ്ലീവ് കട്ട് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മളിവിടുന്ന് സ്ലോപ്പിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ നമ്മൾ നിർത്തിയത്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മുടെ തയ്യൽ തുമ്പാണ്. അപ്പോൾ ഈ ഒരു എൻഡ് ഭാഗം നമ്മുടെ ഇവിടുത്തെ ആ നോട്ട്സിൽ വന്ന് ടച്ച് ആവുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാം. കറക്റ്റാണ്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ.
മറ്റേ സൈഡിലുള്ള സ്ലീവും കൂടി വെച്ച് കൊടുക്കുക. രണ്ടും ഏകദേശം ഒരേ അളവായതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും അളവ് നോക്കുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം. സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ സ്ലീവിൽ മാർക്ക് കൊടുത്തിട്ടില്ല. ആ മാർക്കൊന്ന് ക്ലീൻ ആക്കുക. സ്ലീവിൻ്റെ എൻഡിൽ നമ്മളിവിടെ 5 ഇഞ്ചാണ് മാർക്ക് കൊടുത്തത്. ആ 5 ഇഞ്ചായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഞാനിവിടെ 5 ഇഞ്ച് മാർക്ക് ചെയ്തത് 5 ഇഞ്ചിന് സ്റ്റിച്ച് ചെയ്ത് വന്നുവെങ്കിൽ നിങ്ങൾ മെഷീൻ്റെ എൻഡ് ഭാഗത്തായിട്ട് ഞാനൊരു 6 ഇഞ്ചിൽ മാർക്ക് പിടിക്കുന്നത്. എൻ്റെ ഒരു ശൈലിയാണ്, എല്ലാവർക്കും അത് ഓക്കെ ആവണമെന്നില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കിട്ടേണ്ട ആം ഹോളിൻ്റെ റൗണ്ട് 14 ഇഞ്ചായിരുന്നു. 7 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്തത്. ഇവിടുന്ന് ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ടേപ്പ് വെക്കുമ്പോൾ 7 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 7 ഇഞ്ചും ആയിരിക്കണം. നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അതും വേറെ കറക്റ്റ് തന്നെ ആയിരിക്കണം. ഇത് കറക്റ്റായിട്ട് തന്നെയാണ് അത് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ആ രീതിയിൽ തന്നെയാണ് മാർക്ക് ചെയ്തതും സ്ലീവ് അറ്റാച്ച് ചെയ്തതും ഒക്കെ കറക്റ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു ലെവലിൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ 8 ഇഞ്ചാണ് നമ്മൾ ആം ഹോളിൽ മാർക്ക് ചെയ്തത് എന്നുണ്ടെങ്കിൽ, ഇതേപോലെ തന്നെ എന്താ പറയുക, നെഞ്ചിൻ്റെ വണ്ണം മാർക്ക് ചെയ്തത് സെയിം അളവാണ്. പക്ഷേ സ്ലീവിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ ആം ഹോൾ റൗണ്ട് മാർക്ക് ചെയ്തിട്ട് അളവ് വ്യത്യാസം വന്നുവെങ്കിലും നമ്മുടെ ആ കട്ടിങ്ങിൻ്റെ രീതിയിൽ അതനുസരിച്ച് വ്യത്യാസം വരുത്തണം. അവിടെ എന്തെങ്കിലും പിഴവ് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് കറക്റ്റ് ലെവലിൽ കിട്ടില്ല. ഇത് രണ്ടും കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഓക്കെയാണ്. റിട്ടേൺ തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാം കേട്ടോ. ഇതേ സെയിം ആയിട്ട് തന്നെ അപ്പുറത്തെ വശം അടിക്കാം. ഈ സൈഡിൽ നമുക്ക് അതേപോലെ തന്നെ അളവ് കിട്ടുന്നുണ്ടെന്നുള്ളത് നോക്കാം.
ഈ ഒരു നോട്ട്സ് കൊടുത്ത ഈ ഒരു ഭാഗത്താണ് നമ്മുടെ നെഞ്ചിൻ്റെ വണ്ണത്തിൻ്റെ അളവുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 7 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കാം. കറക്റ്റാണ്. ഈ നോട്ട്സിൻ്റെ ഭാഗത്ത് തന്നെയാണ് നമുക്ക് 7 ഇഞ്ച് കിട്ടിയിട്ടുള്ളത്. അല്ലേ? നമുക്ക് ബാക്കിയുള്ള അടയാളപ്പെടുത്തിയ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തിട്ടാണ് പോവാം. നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആം ഹോൾ കട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അളവിൽ വ്യത്യാസങ്ങൾ ഒരു 1/2 ഇഞ്ച് ആണെങ്കിൽ പോലും അവിടെ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാലാണ് നമുക്ക് സ്ലീവ് ഈ അറ്റഭാഗത്ത് രണ്ടും ജോയിൻ ആവാതെ ഒന്നുകിൽ കൂടുതൽ അല്ലെങ്കിൽ കുറവ്, അങ്ങനെ കൂടുതലും കുറവും സംഭവിക്കുമ്പോൾ ഇവിടെ ഈ ഒരു നമ്മുടെ ആം ഹോളിനെയാണ് അത് ബാധിക്കുക. അത് ഒന്നുകിൽ ലൂസാവും അല്ലെങ്കിൽ ടൈറ്റാവും. സ്ലീവ് കുറവാണ് സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് രണ്ടും എൻ്റെ ഭാഗത്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ സ്ലീവ് കുറച്ച് നിങ്ങൾ കയറിയിട്ടാണ് നിങ്ങൾ തയ്ച്ചത് എന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ വരുത്തും നമുക്ക് സ്ലീവ് രണ്ടും ഒരുമിച്ച് ഇവിടം വരെ കിട്ടിയല്ലോ, അത് മതി എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് വരും. പക്ഷേ ആ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ആം ഹോളിൻ്റെ ഭാഗം, ആ സ്ലീവിൻ്റെ ഭാഗം നിങ്ങൾക്ക് ലൂസായിരിക്കും, പക്ഷേ നെഞ്ചിൻ്റെ വണ്ണം കറക്റ്റ് ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ വരും, ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ സ്ലീവിൻ്റെ ആം ഹോൾ മാർക്ക് ചെയ്യുമ്പോഴും കട്ട് ചെയ്യുമ്പോഴും അത് ശരിക്കും ശ്രദ്ധിക്കണം. സ്റ്റിച്ച് എത്ര വട്ടം നമ്മളടുത്ത് സ്റ്റിച്ച് തെറ്റിക്കഴിഞ്ഞാലും അത് നമുക്ക് വീണ്ടും വീണ്ടും അയച്ചെടുത്ത് റിപ്പീറ്റ് ചെയ്തിട്ട് അയച്ച് പണിയാൻ പറ്റും. പക്ഷേ കട്ടിങ്ങിൽ നമുക്ക് തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഒന്നും പെട്ടെന്ന് അങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, ഫോർമുല പ്രകാരം തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നമ്മളിവിടെ ആം ഹോൾ മാർക്ക് ചെയ്യുമ്പോഴും ആം ഹോൾ കട്ട് ചെയ്യുമ്പോഴും ആം ഹോളിൻ്റെ ഭാഗത്തൊരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആം ഹോൾ കട്ട് ചെയ്തത്. ആ ഫോർമുല യൂസ് ചെയ്തിട്ട് തന്നെ എപ്പോഴും ആം ഹോൾ കട്ട് ചെയ്യാൻ ശ്രമിക്കാം. എങ്കിൽ ഇതേപോലെ കറക്റ്റായിട്ട് ലെവൽ കിട്ടുള്ളൂ. ഓക്കെ, രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ഭാഗമാണത്. ഇവിടെ നിന്ന് മടക്കി കൊണ്ടുവരാം. ഈ ഒരു ഭാഗം വീണ്ടും ഈ ഒരു ഭാഗത്തുമ്പോഴാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇത് രണ്ട് സൈഡ്, ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡിലും ഉള്ള പീസുകളാണ് ഇവ രണ്ടെണ്ണം. അപ്പോൾ രണ്ടും ഒരുമിച്ച് ഇങ്ങനെ വെച്ചതിന് ശേഷം ആദ്യം ഒരു പീസ് ഈ ഒരു ഭാഗത്ത് ലെവൽ ചെയ്ത് മടക്കി ക്ലിയർ ആക്കുക. ഇതുവരെ കൊണ്ടുവന്നതുപോലെ തന്നെ മടക്കി ക്ലിയർ ആക്കിയിട്ട് ഇതേ നമ്മുടെ ലാസ്റ്റ് എൻഡ് ഭാഗമാണല്ലോ, ഇവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് കയറ്റിയിട്ട് ഒരു 4 ഇഞ്ചോളം മേലേക്ക് കയറ്റി സ്റ്റിച്ച് ചെയ്ത് വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഫൂട്ട് പൊക്കുക, നേരെ തിരിച്ച് കൊടുക്കുക. നമ്മുടെ സെക്കൻഡ് പാർട്ടാണത്. ഇതിലേക്ക് ഇനി സ്റ്റിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇത് കൊണ്ടുവരുമ്പോൾ താഴെ അടിഭാഗത്ത് നമ്മുടെ ഇതേ ക്ലോത്ത് തന്നെ മടങ്ങി അതിനകത്തിരിക്കും, അത് ശ്രദ്ധിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഈ സൈഡിലെ ക്ലോത്ത് ഇതിനകത്ത് മടങ്ങിയിരിക്കാൻ ചാൻസ് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ചതിന് ശേഷം ഇവിടുത്തെ ഭാഗത്തെ പീസ് മടക്കി വെക്കുക. നമ്മൾ ഇതെങ്ങനെയാണോ മടക്കി വെച്ചത് അതേപോലെ ഇത് മടക്കി വെച്ച് ക്ലിയർ ചെയ്യുക ഒരേ ലെവലിൽ. ഓക്കെ, നമ്മുടെ രണ്ട് സൈഡിലും അടിയിൽ ക്ലോത്തുകൾ വേറെ ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഫൂട്ട് താഴ്ത്തിയിട്ട്
ഇത് നേരെ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ചിനെ കൊണ്ടുവരാം. നമ്മൾ ഈ ഭാഗത്തുള്ളതൊന്നും ഇപ്പോൾ നമ്മൾ നോക്കണ്ട കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഭാഗം ഇപ്പോൾ ഇതല്ലേ, ഇത് ഓക്കെ ആക്കിയതിന് ശേഷം മാത്രം ബാക്കിയുള്ളതിലേക്ക് ശ്രദ്ധിക്കുക. നമ്മൾ ഇവിടെയും ഓക്കെ ആക്കണം, ഇതും ഓക്കെ ആവണം, എല്ലാ ഭാഗങ്ങളും ഓക്കെ ആക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ഭാഗത്ത് തെറ്റ് വരും. അപ്പോൾ ഉള്ള ഭാഗം ആദ്യം ക്ലിയർ ആക്കുക, എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം. ഓക്കെ, അവിടെ കുത്തി നിർത്താം. എന്നിട്ട് വീണ്ടും ക്ലോത്തിനെ തിരിച്ച് കൊടുക്കാം. ശേഷം വീണ്ടും മടക്കി തയ്ക്കാം. ഓക്കെ, ഇതുപോലെ അപ്പുറത്തെ സൈഡും തയ്ച്ചു കൊടുക്കാം.